നമസ്കാരം, ഞാൻ വിജില നിതീഷ്, മൈൻഡ് പവർ ട്രെയിനർ, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്. പാരൻറ്റിങ് ഈസ് എൻ ആർട്ട്. നല്ലൊരു പാരൻ്റ് ആവുക എന്നതാണ് എല്ലാ വ്യക്തികളുടെ ഏറ്റവും മഹത്തമായൊരു കർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് കൗൺസിലിംഗ് ഞാൻ പറഞ്ഞു, ആസ് എ കൗൺസിലർ എൻ്റെ അടുത്ത് വരുന്ന ഒരുവിധം കേസസും ടീനേജ് ഇഷ്യൂസാണ്. ടീനേജേഴ്സ് അവരെ പാരൻസിൻ്റെ പാരൻറ്റിങ് രീതിയിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നതാണ് ഇന്ന് കണ്ടുവരുന്നത്. ടീനേജേഴ്സിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ടീനേജേഴ്സിൽ കണ്ടുവരുന്നതാണ് ദേഷ്യം, ആൻസൈറ്റി, അതുപോലെ മൂഡ് ഡിസോർഡർ, പിന്നെ പഠന വൈകല്യങ്ങൾ, സോഷ്യൽ മീഡിയയോടുള്ള അമിതമായ ഉപയോഗം, അഫയേഴ്സിൽ പെടുന്നത്, പിന്നെ അതുപോലെ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് പല രീതിയിലുള്ള എഡിക്ഷൻസ്, അതായത് ആൽക്കഹോളിക്സ് ആയാലും ഡ്രഗ്സ് ആയാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇന്ന് നമ്മൾ കുട്ടികൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ നല്ല രീതിയിൽ നല്ല വ്യക്തികളാക്കി മാറ്റണമെങ്കിൽ നമുക്കതിന് ഒരുപാട് നല്ല രീതിയിലുള്ള പാരൻറ്റിങ് കെയറും ലവും കൊടുത്തിട്ട് വേണം ആ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ. അപ്പം അതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ അതിനെ പറ്റിയിട്ട് നല്ലൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ആപ്റ്റായ ഒരു പേഴ്സണാലിറ്റിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നമസ്കാരം മാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജിജി വിജയൻ, മൈൻഡ് ട്രെയിനർ, കൗൺസിലർ, സ്പിരിച്വൽ സയൻറ്റിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ആണ്. മാം ഒരുപാട് വ്യക്തികൾക്ക് മെൻറ്ററിങ് ഒക്കെ കൊടുത്തു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് മാമിൻ്റെ കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കുട്ടികളുടെ ട്രെയിനിങ്ങിലാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്രയും ഫോക്കസ് ചെയ്ത് ട്രെയിനിങ്സ് കൊടുക്കുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. വളരെ നല്ല ചോദ്യം എന്ന് പറയാൻ കാര്യം അതൊരു നല്ലത് മാത്രമല്ല, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കുട്ടികൾ അതിലേക്ക് മാത്രം, അല്ലെങ്കിൽ ആ കുട്ടികളിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഒരു ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ് നമ്മുടെ ഫ്യൂച്ചർ. നമ്മൾ ഒരു കാലത്ത് കുട്ടികളായിരുന്നു. അപ്പം നമ്മുടെ കുട്ടിക്കാലം, പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്കാലം ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സെക്യൂർഡായിരുന്നു, വീട്ടിൽ ഭയങ്കര സ്നേഹമായിരുന്നു ഒക്കെ തന്നെ. പക്ഷേ ആ ഒരു സ്നേഹമൊക്കെ കിട്ടുമ്പോഴും പുറത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ, ഈ 12th കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ പോയേ പറ്റുള്ളൂ. അപ്പോൾ അവിടേക്ക് ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നമ്മുടെ പേരൻസിനെ അക്കമ്പനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് വി ഫീൽ ഫിയർഫുൾ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോട് എങ്ങനെ പെരുമാറണം, ആരെയൊക്കെ വിശ്വസിക്കാം, എന്താണ് ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ്, ഇവരെങ്ങനെയാണ് നോക്കുന്നത്, ഇവരുടെ നോട്ടം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവർ ഇടപെടുന്നത് എങ്ങനെയാണ്, ഇവരോട് എങ്ങനെ ഇടപെടണം, ഒരുപാട് കൺഫ്യൂഷൻസാണ് നമുക്ക് ഈ ഒരു ആസ്പെക്റ്റിൽ. ഇത് മാത്രമല്ല, ഇതെൻ്റെ ആസ്പെക്റ്റും കൂടിയാണ്. പല പേരൻസും അല്ലെങ്കിൽ ഈ നിലയിൽ നിൽക്കുന്ന ഒരുപാട് പേര് അവരുടെ കുട്ടിക്കാലം ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഒരു ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ കൂടെയാണ് കടന്നു വന്നത്. ഇതേ സെയിം പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ കുട്ടികളും അനുഭവിക്കുന്നത്. ഇനി അവർ നമ്മുടെ ഫ്യൂച്ചറാണ്. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ കുട്ടികൾക്കൊരു ഒരു സ്ട്രോങ്, ഒരു പവർഫുള്ളായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ സക്സസ്സിലേക്ക്, അവരുടെ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം. ഓരോ പേരൻറ്റും ചിന്തിക്കുന്ന അതാണ്, എൻ്റെ കുട്ടി ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് എങ്ങനെ എത്തണം, എൻ്റെ കുട്ടി എപ്പോഴും എൻ്റെ മകൾ, എൻ്റെ മകൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് വൈ കാൻറ്റ് വി ഫോക്കസ് ഓൺ ചിൽഡ്രൻ. കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലേ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൗൾഡ് ചെയ്യാം. അത് നമുക്ക് നല്ലതായിട്ട് മൗൾഡ് ചെയ്യാം, പോസിറ്റീവായിട്ട് മൗൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മൗൾഡ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ കൈകളിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലേ അല്ലെങ്കിൽ ആ ഒരു പാനപാത്രത്തെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അവരെ അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവർ ഈ വേൾഡിലേക്ക് നല്ല ബെനിഫിറ്റ് അല്ലെങ്കിൽ നല്ല യൂസ്ഫുൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹോൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് എങ്ങനെ അവരെ അത്രയും സക്സസ്ഫുൾ ആക്കാം. ഈ ഒരു കോൺസെപ്റ്റാണ് ഗ്ലോബൽ സ്കോളർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങിലേക്ക് എത്തിപ്പെടാനായിട്ട് കാര്യം. മാം ഗ്ലോബൽ സ്കോളറിനെ കുറിച്ച് പറഞ്ഞു, അതിലേക്ക് വരാം. അതിന് മുൻപ് എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ടാണ്. നമ്മളിപ്പം അച്ഛനും അമ്മയും 3 മക്കളുള്ളൊരു ഫാമിലിയാണെന്ന് വിചാരിക്കും. അതിൽ ഒരേ പാരൻസിന് ജനിച്ച മക്കളാണെങ്കിൽ ഈ 3 മക്കളും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് കാണിച്ചു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരേ ഫാമിലിയിൽ ഒരേ പാരൻസിന് ജനിക്കുന്ന, ഒരേ വീട്ടിൽ ജനിച്ച് വളരുന്ന മക്കളാകുമ്പോൾ ഇവർക്ക് 3 പേർക്കും ഒരേ വ്യക്തിത്വം, ഒരേ ക്യാരക്ടേഴ്സാണല്ലോ കണ്ടുവരേണ്ടത്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കാണ്ട് ഡിഫറെൻ്റ് ആയിട്ട് പോകുന്നത്? അപ്പോൾ ഒരു വീട്ടിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം ഒരേപോലെ ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റാണ്
ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് നിലവിലില്ല. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞുങ്ങളും യുണീക്കാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ 3 അല്ല 2 അല്ല ഇനിയിപ്പോൾ 4 കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരേ രീതിയിലല്ലേ ഒരേ ക്യാരക്ടറിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരേ രീതിയിലായിരിക്കാം, എന്നാൽ പോലും അവർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. വൈ? ബിക്കോസ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കണ്ടെയ്നർ തിയറി എന്ന് പറഞ്ഞൊരു തിയറി പറയാനുണ്ട്. ഒരു കണ്ടെയ്നറിൽ ഒരു ചെറിയൊരു കപ്പിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നു വിചാരിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന ഒരു മിനറൽ വാട്ടർ ആയിരിക്കും ആദ്യം ഒഴിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് പോരാ, വേറെ വെള്ളവും കൂടെ. അപ്പോൾ അവിടെ ഒരു പച്ച കളർന്ന ഒരു വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തൊഴിച്ചു. പിന്നെ വേറെ വെള്ളം. അങ്ങനെ നോക്കുമ്പോഴത്തേ ആ കണ്ടെയ്നർ കംപ്ലീറ്റ് പല കളറിലെ വെള്ളം ആയിരിക്കാം. ഇതേ രീതിയിൽ തന്നെ ഇതൊരു എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ തന്നെ എടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആ വൂമ്പിൽ ജനനം കൊള്ളുന്ന ആ സമയം മുതൽ അത് അബ്സോർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു കണ്ടെയ്നറാണ്. കുഞ്ഞെന്ന് പറയുന്നൊരു കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് ഇമോഷൻസ് ആകാം, ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന കാര്യങ്ങളാകാം. ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് പല കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയ ഇംപ്രഷൻ ആയിരിക്കില്ല രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയത്, അതായിരിക്കില്ല മൂന്നാമത്തെ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണോ ആ കുട്ടി ആ കണ്ടെയ്നറിലേക്ക് സ്വീകരിക്കുന്നത് ആ രീതിയിലായിരിക്കും ആ കുട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരേ രീതിയിൽ വളർത്തി ഒരേ അച്ഛനും അമ്മയും ഒരേ ക്യാരക്ടർ ഒരേപോലെയാണ് ശാസിച്ചത്, എല്ലാം സെയിം ആയിരിക്കാം, പക്ഷെ ഇവരുടെ ക്യാരക്ടേഴ്സ് പേഴ്സണാലിറ്റീസ് എവറിത്തിങ് വിൽ ബി ഡിഫറെൻറ്റ്. ബിക്കോസ് വാട്ട് ദേ അബ്സോർബ് ഇൻ ദം, വാട്ട് ദേ സീ, വാട്ട് ദേ ഹിയർ, എന്താണോ അവർക്ക് വേണ്ടത് അവരാണ് അബ്സോർബ് ചെയ്യുന്നത്. ആ അബ്സോർബൻസ് അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് ഇവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടർ ഡിഫറെൻ്റ് ആക്കുന്നത്. മാം ഇപ്പോൾ പറഞ്ഞു ക്യാരക്ടർ ഫോർമേഷനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ക്യാരക്ടർ ഫോർമേഷൻ ഒരിക്കൽ ഉണ്ടായാൽ അതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി പറ്റും? അതായത് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് പല രീതിയിലുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. നല്ലതുമായതും പോസിറ്റീവായതും ഉണ്ടാവും, നെഗറ്റീവായതും മിക്സ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ ഫോർമേഷൻ എത്ര വയസ്സിലാണ് നടക്കുന്നത്? അതുപോലെ ഈ ഓൾറെഡി ഫോം ചെയ്ത ക്യാരക്ടേഴ്സിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും? ക്യാരക്ടർ ഫോർമേഷൻ, അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ക്യാരക്ടർ ഫോർമേഷൻ, ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത് 0 വയസ്സിൽ തന്നെ ഫോം ചെയ്യും. കാരണം ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വൂമ്പിൽ ജനനം കൊള്ളുമ്പോൾ തന്നെ ദാറ്റ് ചൈൽഡ് ഈസ് ലൈക്ക് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ, ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് കൊണ്ട് നിറയ്ക്കുന്നതാണ്. ഏത് മഷിയിലാണോ ഏത് കളറിലാണോ ഇട്ടേക്കുന്ന ആ കളറിലായിരിക്കും ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. 0 to 6 ഇയേഴ്സ് പേരൻസ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ആ ഒരു ഫാമിലിക്കകത്തുള്ള ആ റിലേഷൻസിന് നല്ല ഒരു ഇംപ്രിൻറ്റ് ഉണ്ടാക്കാൻ പറ്റും അവരുടെ ക്യാരക്ടറിൽ. 6 to അല്ലെങ്കിൽ 8 ഇയേഴ്സ് അല്ലെങ്കിൽ 12 ഇയേഴ്സ് വരെ ടീച്ചേഴ്സാണ്. അപ്പോൾ അവിടെ പേരൻസ് പറയുന്ന ഒന്നും കുട്ടികൾ കേൾക്കില്ല. ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് അത് വളരെ കൃത്യമായിട്ട്, ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, പലയിടത്തും കേൾക്കുന്ന കാര്യം ടീച്ചർ പറഞ്ഞുകൊണ്ട്. ഞാൻ തെറ്റാണെങ്കിലും ടീച്ചർ പറയുന്നത് കറക്റ്റാണ് അവർക്ക്. ഇനി ആ പറഞ്ഞ 12 കഴിയുമ്പോൾ 13 നമുക്കറിയാം ടീനാണ്, ടീനേജ് സ്റ്റാർട്ടിംഗ് ആണ് 13 to 19. അപ്പോൾ ഈ ടീൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, ആക്ച്വലി അത് പ്രശ്നങ്ങളല്ല, അവരൊരു ചേഞ്ച് ഇൻവോൾവ് ആവുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആക്ച്വലി ഈ കുട്ടി ക്യാരക്ടർ ഇത്രയും ചേഞ്ച് ആയിപ്പോയല്ലോ, കുഞ്ഞിൽ നാളിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അവൻ നല്ല മിടുക്കനായിരുന്നല്ലോ, അല്ലെങ്കിൽ അവൾ നല്ല മിടുക്കിയായിരുന്നല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നല്ലോ, എന്ത് പറ്റി ഇത്രയും പെട്ടെന്ന് ഇത് ചേഞ്ച് വരാനായിട്ട് എന്നുള്ളൊരു ചിന്തയിൽ എല്ലാ പേരൻസും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ടീനേജിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ ടീനേജിൽ കുട്ടികളെ മാനേജ് ചെയ്യാനായിട്ട്? ആക്ച്വലി അത് കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ദേ ആർ ഓൾസോ അണ്ടർഗോയിങ് ദ ഇമോഷണൽ ടർബുലൻസ്. ആ സമയത്ത് അവരുടെ ഫ്രണ്ട്സാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും. ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു, ആ കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ കമ്പാരിസൺ അവിടെ തുടങ്ങുകയാണ് കുട്ടിക്ക്. ആ വീട്ടിലെ കുട്ടിക്ക് അവരുടെ പേരൻ്റ് ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആ ഒരു അവരുടെ മനസ്സിലിങ്ങനെ വരും. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് മുഴുവനും ഇതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് അവരുടെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്.
ഈ ക്യാരക്ടേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല കുഞ്ഞിൻ്റെ മനസ്സിൽ അവൻ ജീവിക്കുന്ന സ്ഥലം, അവൻ ജീവിക്കുന്ന പേരൻസ്, ഫാദർ, മദർ, സിബ്ലിങ്സ്, ഇവരെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണെങ്കിൽ, അവനെ മനസ്സിലാക്കാൻ റെഡിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ കുഞ്ഞിൻ്റെ വേണ്ടാത്ത ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്ന ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഡെഫിനറ്റ്ലി കൊണ്ടുവരാൻ പറ്റും. ഇതിനൊരു ഒരു ഇമോഷൻ്റെ എക്സാമ്പിൾ എടുക്കാം. എൻ്റെ കൗൺസിലിങ്ങിന് വരുന്നതാണ് ദേഷ്യം. സ്ഥിരം വരുന്നതാണ്. കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അച്ഛൻ പറയും, ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരല്ലേ, ഗ്രാൻഡ് പേരൻസ് പറയുന്നത് കേൾക്കുന്നില്ല, ആരും പറയുന്നവൻ കേൾക്കുന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവന് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അതിൽ ഞാൻ നെക്സ്റ്റ് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഓക്കെ, കുട്ടി ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ കുട്ടി ദേഷ്യപ്പെടുമ്പോൾ അവനങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നെക്സ്റ്റ് അവർ തിരിച്ച് ദേഷ്യപ്പെടുകയാണ്, സ്വാഭാവികമായിട്ടും തിരിച്ചും അങ്ങോട്ട് ദേഷ്യമാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ആങ്കർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആങ്കറുള്ള കുട്ടിയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മെരുക്കിയെടുക്കാം? ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ആങ്കർ ഇഷ്യൂ ഉള്ളൊരു കുഞ്ഞിനെ അവൻ്റെ ഇമോഷൻ എന്താണോ ആ ആങ്കറിൻ്റെ പിറകിലൊരു റീസൺ കാണും. വെറുതെ ഒരു കുട്ടി ദേഷ്യപ്പെടില്ല, വെറുതെ ആരും തന്നെ ദേഷ്യപ്പെടില്ല. ചിലപ്പോൾ അവൻ്റെ ഫ്രസ്ട്രേഷനാണ്, അവൻ്റെ സ്ട്രെസ്സാകാം, ഒരു സിമ്പിളൊരു ഇഷ്യൂ ആയിരിക്കാം. ചിലപ്പോൾ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം അവന് ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടി അവളെ ഒരു തെറ്റായ രീതിയിൽ, അവൾ വിചാരിക്കുന്ന തെറ്റായ രീതിയിൽ നോക്കിയതായിരിക്കാം ഇഷ്യൂ. ആ സമയത്താണ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് അമ്മ എന്തോ ഒരു ചോദ്യം ചോദിച്ചു, ദേഷ്യം വന്നു. പക്ഷെ ആ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഇത് പേരൻറ്റിൻ്റെ ഒരു ഘടകം മനസ്സിലാക്കിയ ഒരു പേരൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ദേഷ്യത്തിന് പിന്നിലൊരു റീസൺ വന്നെന്ന് അപ്പോഴേ മനസ്സിലാകും. വെറുതെ ആ കുട്ടീനെ കുറച്ച് സമയത്തേക്ക് വിടും. എന്നിട്ട് രണ്ടുപേരും, പേരൻറ്റും കാമായിരിക്കണം, കുട്ടിയും കാമായിരിക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. കമ്മ്യൂണിക്കേഷൻ ഇതൊന്നുമില്ല, എന്തുകൊണ്ടാണ് ഈ ദേഷ്യപ്പെട്ടത്, അതൊന്നുമല്ല. കുട്ടിക്ക് ഏതാണോ, ഏത് സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് കുട്ടിക്ക് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം. ചിലപ്പോൾ പെൺകുട്ടികളാകുമ്പോൾ ഗോസിപ്പ് പറയാനോ അല്ലെങ്കിൽ മൂവി പറയാനോ ആയിരിക്കും, ആൺകുട്ടികളാകുമ്പോൾ ഏതെങ്കിലും ഗെയിം ആയിരിക്കാം. അപ്പോൾ എന്താണോ അവൻ്റെ ഇഷ്ട വിഷയം, ആ വിഷയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ദേഷ്യം മെൽട്ടായി വരുമ്പോഴത്തേക്ക് ഹീ ഓർ ഷീ വിൽ ഓപ്പൺ അപ്പ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് മാനേജ് ചെയ്യാനായിട്ട്, ഇതെങ്ങനെ മാനേജ് ചെയ്യും? എല്ലാവർക്കും മനസ്സിൽ അല്ലെങ്കിൽ ഏത് പേരൻറ്റിനും ഉള്ളിലൊരു ഇൻഡ്യൂഷനുണ്ട്. ആ ഇൻഡ്യൂഷൻ വൈസ് നമുക്ക് അവരെ കൂളായിട്ട് മാനേജ് ചെയ്യാം. പക്ഷേ മാനേജ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൂളായിട്ട് ആ കുഞ്ഞിനോട് അതുപോലെ തന്നെ പെരുമാറും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ക്യാരക്ടർ എന്താണ്, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താണ്, ആ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് രീതിയിലാണ് അവൻ്റെ ഇമോഷൻ പോകുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ അത് മനസ്സിലായാൽ മാത്രമേ കുഞ്ഞിനെ എങ്ങനെ മൗൾഡ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മൾ ഗ്ലോബൽ സ്കോളറിലും ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന അത്രയും കുട്ടികളെ ചിലപ്പോൾ നമുക്ക് തോന്നും ഒരു 100 കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതല്ല, അതിനകത്ത് ഓരോ കുട്ടികൾക്കും നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ കുട്ടികളുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ ടെക്നീക്ക് വഴി തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബൽ സ്കോളറിൽ നമ്മൾ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് സ്റ്റൈൽ അത് കംപ്ലീറ്റ് മനസ്സിലാക്കി എങ്ങനെയാണ് അവർ അതിലേക്ക് പോകേണ്ടത് എന്നാണ് നമ്മൾ ഗ്ലോബൽ സ്കോളർ വഴി ചെയ്യുന്നത്. കുട്ടികളുടെ ട്രെയിനിങ്ങിൽ മാം എന്തുകൊണ്ടാണ് ഇത്രയും ഫോക്കസ് കൊടുക്കുന്നതെന്ന് മനസ്സിലായി. അതുപോലെ ക്യാരക്ടർ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. ഓൾറെഡി ഫോം ചെയ്ത ക്യാരക്ടർ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതിൽ മാറ്റം വരുത്താമെന്നും മാം നല്ല ഇൻഫർമേഷനാണ് നമുക്ക് നല്ല രീതിയിൽ, അതായത് സയൻറ്റിഫിക്കായിട്ട് നല്ല രീതിയിലാണ് നമുക്കിതൊക്കെ പറഞ്ഞു തന്നത്. ഇത്രയും നല്ലൊരു ഇൻഫോർമേറ്റീവ് സെക്ഷൻ നമുക്ക് തന്നതിൽ താങ്ക് യു സോ മച്ച്.